രൂപമാറ്റം വരുത്തി പുകക്കുഴലിലൂടെ തീ തുപ്പുന്ന രീതിയിൽ പ്രദർശനം നടത്തിയ കാർ കൊല്ലം മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥതയിലുള്ള ഈ കാർ കുണ്ടറയിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കൂടിയാണ് അധികൃതർ അന്വേഷണം ആരംഭിച്ചത്. പരിശോധന ഭയന്ന് കാറിന്റെ നിറം മാറ്റാനും ഭാഗങ്ങൾ അഴിച്ചുമാറ്റാനും ശ്രമിക്കുന്നതിനിടെയാണ് വാഹനം പിടികൂടിയത്. ബാധ ഒഴിപ്പിക്കലിന്റെ പേരിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ തേവലപ്പുറം സ്വദേശി VS മുരാരി തന്ത്രി അറസ്റ്റിലായി. അമ്മയോടൊപ്പം ജ്യോതിശാലയത്തിലെത്തിയ പെൺകുട്ടിയെ പ്രത്യേക മുറിയിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചതായാണ് പരാതി. ശാസ്ത്രീയ തെളിവുകൾക്കായി ഫോറൻസിക് വിഭാഗം മുറിയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള നീക്കമാണ് പരാതിക്ക് പിന്നിലെന്ന പ്രതിയുടെ വാദം പോലീസ് തള്ളി. ശൂരനാട്, പതാരം, തഴവ ഭാഗങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 4.5 ഗ്രാം മെത്താഫിറ്റമിനും 45 ഗ്രാം കഞ്ചാവുമായി 3 യുവാക്കൾ പിടിയിലായി. തഴവ സ്വദേശികളായ അജ്മൽ ഷാ, ബിലാൽ, റമീസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ റമീസ് മുൻപ് കാപ്പ കേസിൽ പ്രതിയായിരുന്നു. ഇവരിൽ നിന്ന് 2 ബൈക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെയുണ്ടായിരുന്ന അനന്തു എന്ന യുവാവ് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ടു. കടൽ മാക്രികളുടെ ശല്യം മൂലം വലകൾ നശിക്കുകയും സാമ്പത്തിക നഷ്ടം അനുഭവിക്കുകയും ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് CR മഹേഷ് MLA ഫിഷറീസ് മന്ത്രി സജി ചെറിയാന് കത്ത് നൽകി. മുൻപ് ചില സീസണുകളിൽ മാത്രം കണ്ടിരുന്ന ഇവ ഇപ്പോൾ എപ്പോഴും വലകൾ നശിപ്പിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ നാശനഷ്ടം ഒരു പ്രകൃതി ദുരന്തമായി കണക്കാക്കി തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കടൽ മാക്രികളെ നിയന്ത്രിക്കാൻ ശാസ്ത്രീയ പഠനം നടത്തണമെന്നും MLA കത്തിൽ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില പവന് 1,16,240 രൂപ, ഗ്രാമിന് 14,530 രൂപ.